വൈകമുള്ള ഒരു നിമിഷം പോലും എന്റെ അടുത്തുനിന്ന് മാറിപ്പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. മീനാക്ഷി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. നിന്റെ സങ്കടം എനിക്കറിയാം. ഞാനോ നീയോ മനഃപൂർവ്വം ചെയ്തതല്ലോ ഇങ്ങനൊരു കാര്യം. ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് നമ്മൾ ചെയ്തു പോയതല്ലേ. പാല് കൊടുക്കാൻ കുഞ്ഞിനെ അവളെ ഏൽപ്പിച്ചു കഴിഞ്ഞ കുഞ്ഞു പിന്നെ എന്റെ അടുത്തേക്ക് വരികയില്ല. ഈ മുലയൂട്ടൽ കാലാവധി കഷ്ടിച്ച് ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷമിക്കും മീനാക്ഷി. നമുക്ക് നാളെയോ മറ്റന്നാളോ ഒന്ന് ഡോക്ടറെ കാണാൻ പോവാം. അതെന്തിനാ? ഈ പാലുകൂടി നിർത്താറായോ എന്ന് ചോദിക്കാം. ഡോക്ടർ പറഞ്ഞ കാലാവധി ഒന്നും ആയില്ല. എങ്കിലും മീനാക്ഷി പറയുന്ന പോലെ തന്നെ ചെയ്യാം. നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പ്രസവിക്കുന്നതിന് മുമ്പേ സ്നേഹമയ്യായ ഒരമ്മ. ഈ ലോകത്ത് ഇങ്ങനെ അമ്മമാരുണ്ടോ? ദേ നോക്ക്, വൈകമോള് എന്റെ മീനാക്ഷിയുടെയും കുഞ്ഞ്. മൈഥിലി എത്ര മയക്കിയാലും നമ്മുടെ കുഞ്ഞ് ഒരിക്കലും അവളുടേതാവില്ല. എന്റെ മീനാക്ഷി അക്കാര്യത്തിൽ പേടിക്കണ്ട. മീനാക്ഷി എന്റെ മുമ്പിൽ നിന്ന് കരയരുത്. നീ കരയുമ്പോ എന്റെ ഇടം നെഞ്ചിന വല്ലാത്ത വേദന. ഇല്ല, ഞാൻ കരയില്ല. കുഞ്ഞ് നല്ല ഉറക്കവാ. അമ്മയും ഉറങ്ങിക്കോളൂ. വാനിലെ പനിനീർപ്പൂവുകളെ പകലിൻ നോവുകളെ താഴെ എന്തിനു വന്നു പോയി വെറുതെ അതെ, നിന്റെ തരികിടകളൊന്നും കുഞ്ഞിനോട് വേണ്ട കേട്ടോ. നീ വലിയ അമ്മയൊന്നും ചമയണ്ട. നിനക്ക് അമ്മയാവാൻ പറ്റില്ല. കുഞ്ഞൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ കാർത്തിക് കുഞ്ഞുമായിട്ട് എൻ്റെ അടുത്ത് വന്നേനെ. ഓ, അത് നിറയെ പാല് പിടിച്ചതുകൊണ്ട് ഉറക്കമായിരിക്കും. കാർത്തി ആ മീനാക്ഷിയുടെ അടിമയാ. എന്തുകൊണ്ടാണാവോ കാർത്തി അവളെ അടിമയാക്കി വെച്ചിരിക്കുന്നത്? കുഞ്ഞിനോട് വലിയ വാത്സല്യമോ സ്നേഹമോ ഒന്നും എനിക്കില്ല. എങ്കിലും കുഞ്ഞ് എന്നോട് കാണിച്ചു തുടങ്ങിയ അടുപ്പം ഞാൻ മുതലാക്കും. കുഞ്ഞിനെ ഞാൻ തന്ത്രപൂർവ്വം വശത്താക്കും. വൈകമോളെയും കൊണ്ടേ ഞാൻ ഈ ചെമ്പകമംഗലം വിടും.
അത് കാശിന് വേണ്ടി മാത്രമല്ല, മീനാക്ഷി കരയാനാ. മീനാക്ഷി കരയണം. ഇനി നിന്റെ നാശം. ഇപ്പൊ 2 മാസമായോ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട്? ഇല്ല, 2 മാസത്തിന് ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ട്. ഇവക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 6 മാസം കഴിഞ്ഞില്ലേ, ഇനി ടിൻ മിൽക്കും മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങാം. അപ്പോ ബ്രസ്റ്റ് മിൽക്ക് പൂർണ്ണമായിട്ട് നിർത്തിയേക്കാം അല്ലേ ഡോക്ടർ? നിർത്തിയേക്കാം. അതന്ന് കുട്ടിയുടെ ഹെൽത്ത് വീക്കായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. എനിക്കറിയാം ആ കാര്യത്തിൽ കാർത്തിക് സാറിന്റെയും മീനാക്ഷിയുടെയൊക്കെ ഒരു മാനസികാവസ്ഥ. പിറന്നു വീണ കുഞ്ഞിനെ ഉപേക്ഷിച്ച് സ്വാർത്ഥ സുഖങ്ങൾ തേടിപ്പോയ ഒരമ്മയെ ഞാനും സപ്പോർട്ട് ചെയ്യില്ല. എനിക്കത് അംഗീകരിക്കാനാവില്ല ഒരിക്കലും. മുലപ്പാൽ നിർത്തിക്കോളൂ. നേരത്തെ കൊടുത്തിരുന്ന ടിൻപാൽ ഇനിയും കൊടുക്കാം. പെട്ടെന്ന് ബ്രസ്റ്റ് മിൽക്ക് നിർത്തുമ്പോ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവൂ ഡോക്ടർ? അത് പിന്നെ മാറ്റം വരുമ്പോ കുട്ടിയുടെ ഇഷ്ടമില്ലായ്മ സ്വാഭാവികമല്ലേ. അതൊന്നും വകവയ്ക്കണ്ട. കുറച്ചു ദിവസം കൊണ്ട് അതൊക്കെ അങ്ങ് മാറിക്കോളും. ആ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. ഇവക്കേ യാതൊരു കുഴപ്പമില്ല. മിടിക്കുക. ധൈര്യമായിട്ട് വെക്കോ. താങ്ക് യു ഡോക്ടർ. ഓക്കെ. വാ. ഈ മീനാക്ഷി കാർത്തിയും ചുറ്റിച്ചുകൊണ്ട് കുഞ്ഞുമായിട്ട് എവിടെ പോയതാ? കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതല്ലേ? ഒന്നും അങ്ങോട്ടൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവൾക്ക് എന്തു പറ്റി? വക്രബുദ്ധി കൊണ്ട് ആരുടെ കുതികാല് വിട്ടണമെന്ന് ആലോചിക്കുവാണോ? ആരെ ഒതുക്കാനുള്ള ആലോചനയല്ല മൈഥിലി. ഒതുക്കാനോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? സോറി, നീ നിന്നെ തന്നെ പിടിക്കാതെ നിൽക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അല്പം ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നതാ. ഓ, നീ കുറെ നാളായിട്ട് എയറിലാണല്ലോ, പിന്നെന്തിനാ ഫ്രഷ് എയർ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? അല്ല, നീ കുറെ നാളായിട്ട് ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ലാത്ത പരുവത്തിലാണെന്ന് പറയുമായിരുന്നു. ഞാൻ ഇവിടെ നിന്നാ നിങ്ങൾക്ക് എന്താ? എനിക്കൊന്നുമില്ലേ, ഒരു സഹപ്രവർത്തക എന്ന് കരുതി സങ്കടം കൊണ്ട് ചോദിച്ചു പോയതാണേ. കുഞ്ഞമായി ഒന്ന് നിന്നേ. എന്റെ പൊന്നു മൈഥിലി, നീ എന്നെ മാലതിന്ന് വിളിച്ചാ മതി. ഈ നാണം കെട്ട വിളി നീ എന്നെ വിളിക്കല്ലേ. കാർത്തിയുടെ ഭാര്യയായിരുന്നപ്പോ നീ എന്നെ കുഞ്ഞമ്മായി എന്ന് വിളിച്ചത് ന്യായം. ഇപ്പൊ കാർത്തിയുടെ ഭാര്യ മീനാക്ഷി ആണല്ലോ, അതുകൊണ്ട് നീ എന്നെ അമ്മായി എന്ന് വിളിക്കരുത്. ആ വിളി കേൾക്കുമ്പോ എനിക്ക് എന്തോ ഒരു ഇത്. എനിക്കൊരു ഇതും ഇല്ല. ഞാൻ കുഞ്ഞമ്മായിനെ വിളിക്കൂ. ആ, ചത്താലും ചിലരുടെ ആഗ്രഹങ്ങൾ തീരില്ലല്ലോ. നീ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ. നിനക്കെന്തോ ചോദിക്കാനുണ്ടല്ലോ, അത് നീ ചോദിക്ക്.
കാർത്തി മീനാക്ഷിയും കുഞ്ഞും എവിടെ പോയിരിക്കുക? എനിക്കറിയില്ല. ആ, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഹണിമൂണിന് പോയിട്ടുണ്ടാവും. അതിന് നിനക്കെന്താ? ഹണിമൂണോ? ആ, അവര് കൊച്ചു പിള്ളേരല്ലേ മൈഥിലി, നടക്കട്ടെ എന്ന്. നീ പുളിയങ്കൊമ്പാണെന്ന് കരുതി എന്റെ ആങ്ങളുടെ പുറകെ വെപ്രാളപ്പെട്ട് ഓടിയപ്പോ ആ സിംഹാസനത്തില് കാർത്തിക് മീനാക്ഷി പിടിച്ചിരുത്തി. അത് അവളുടെ ഭാഗ്യം. ആ, ദേ ഇണപ്രാവള് പറഞ്ഞു വരുന്നു. ആ, എവിടെ പോയതാ? ഒരു അക്ഷരം പറയാതെ. കുഞ്ഞിന് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കേണ്ടതാണെന്ന് അറിയില്ലേ? കുഞ്ഞിന് വിശക്കില്ലേ? ചി നിർത്തരി. നീ ആരോടാടി ചാടി കയറി സംസാരിക്കുന്നേ? കുഞ്ഞിന് ഫുഡ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ അതിന്റെ അച്ഛനും അമ്മയായ ഞങ്ങൾ തീരുമാനിക്കും. അവളൊരു അധികാരമായി വന്നിരിക്കുന്നു. അവൾക്ക് വയറ് നിറച്ചു കിട്ടി. അഭയം ചോദിച്ചു വന്നവളുടെ അധികാരഭാവം കണ്ടില്ലേ? കിട്ടുന്ന ആഹാരം വാങ്ങിക്കഴിച്ച് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വരരുത്. അല്ല, കുഞ്ഞ് പാല് കുടിച്ചില്ലല്ലോ എന്നോർത്ത്. കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കില്ലാത്ത ഉത്കണ്ഠ മൈഥിലിക്ക് എന്തിനാ? നീ വലിച്ചെറിഞ്ഞിട്ട് പോയ കുഞ്ഞിന്റെ കാര്യത്തിൽ നിനക്കെന്തിനാ ടെൻഷൻ? അതൊന്നും വേണ്ട. എന്റെ ഭാര്യ മീനാക്ഷി ചോദ്യം ചെയ്യാനൊന്നും മൈഥിലിക്ക് അവകാശമില്ല. മൈഥിലി മീനാക്ഷിയോട് തട്ടിക്കയറിയാൽ മൈഥിലി എന്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ്? അത് പൊളിച്ച്. മൈഥിലി കുട്ടിക്ക് പാല് കൊടുക്കാൻ തുടങ്ങിയിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. അതുവരെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയും അങ്ങനെ തന്നെ മതി. സോറി കാർത്തി, ഐ എം എക്സ്ട്രീംലി സോറി. കുഞ്ഞിനെ വിശക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അതിനൊന്ന് പാല് കൊടുത്തോട്ടെ. മീനാക്ഷി, ഇത് കുഞ്ഞിന് വിശന്നിട്ടോ നിന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല. ഞങ്ങളുടെ അമ്മമാര് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവങ്ങളാ. ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരെ ഓർത്തിട്ടാ ഈ മര്യാദ കാണിക്കുന്നത്. ഇതാ ഞങ്ങളുടെ സംസ്കാരം. മീനാക്ഷി, വാ. ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ മറ്റെന്താലോചിക്കാൻ? കുഞ്ഞിന്റെ പാല് കുടിയങ്ങ് അവസാനിപ്പിച്ചേക്ക്. അത് നല്ല കാര്യം. ആ പെണ്ണിന്റെ അഹങ്കാരം കുറെ കുറയും. കണ്ടോ, ദൈവമെല്ലാം വളരെ ക്രമമായി ഒരുക്കിയിരിക്കുന്നത് കണ്ടോ? ദൈവത്തിനല്ലാതെ മറ്റാർക്കാ അറിയുക വേണ്ടത് എന്താണെന്നും വേണ്ടാത്തത് എന്താണെന്നും? അവള് കുഞ്ഞിനെ മയക്കി വശത്താക്കാൻ പഠിച്ച പണി എല്ലാം ചെയ്യുന്നുണ്ട്. പാല് കൊടുക്കുന്ന അമ്മയെ ഏതു കുഞ്ഞും അറിയാതെ സ്നേഹിച്ചു മീനാക്ഷി കൊച്ചെ. അത് ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും. ഏതു കുഞ്ഞും അമ്മയും തമ്മിൽ അറിയാത്തൊരു ആത്മബന്ധം ഉണ്ടാകും. അത് മീനാക്ഷി കൊച്ചനോടായിരുന്നു. പക്ഷേ
മൈഥിലി പാല് കൊടുക്കാൻ തുടങ്ങിയതോടെ അത് മാറി. ഞാനാ വൈകമോളുടെ അമ്മ. ആ അവകാശം മറ്റാരും തട്ടിയെടുക്കുന്നത് എനിക്കിഷ്ടമല്ല മുത്തശ്ശ. അതാരും തട്ടിക്കൊണ്ടു പോവില്ല മോളെ. അക്കാര്യത്തില് എന്റെ മോള് വിഷമിക്കണ്ട. ആ ഡോക്ടർ പറഞ്ഞതുപോലെ വൈകമോൾക്ക് ഇനി ടിൻപാല് കൊടുക്കാം. ആ നശിച്ചവളുടെ പാലിനി കൊടുക്കണ്ട. അല്ല, ആ ശ്രീകര എവിടെ? എപ്പോ ഇവിടെ വർത്താനം പറയാൻ നാവനൊക്കെയാ ആ സമയത്ത് നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളുന്നതാണല്ലോ. അവള് കുഞ്ഞിന് പാല് കൊടുക്കാൻ മുത്തശ്ശി. ദേ ഇന്നത്തോടെ അങ്ങ് നിർത്തിയേക്കണം. അതല്ലമ്മേ, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താ നിങ്ങളെല്ലാവരും മറന്നു പോകുന്നേ? അതെന്താ? ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നതും ചെയ്യുന്നതൊക്കെ നന്ദിനിമോളല്ലേ? എന്താ പ്രധാനപ്പെട്ട കാര്യം മോള് പറയേ? വൈകമോൾക്ക് ചോറൂണ് നടത്തേണ്ട സമയമായി. ആ ചോറൂണ് നടത്തി കഴിഞ്ഞാൽ കുഞ്ഞിന് നമുക്ക് എന്ത് ഭക്ഷണവും കൊടുക്കാം. പിന്നെ ഈ മുലപ്പാല് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. എന്റെ കുഞ്ഞിനെ എന്റെ അടുത്ത് നിന്ന് മാറ്റാനുള്ള വിദ്യ ആലോചിക്കുക ഇവര്. നടക്കില്ല. നല്ല കാര്യം. ചോറൂണ് കഴിഞ്ഞ പിന്നെ എന്തും കൊടുക്കാം. ആ പാൽ സൊസൈറ്റി മൈഥിലിയുടെ ആവശ്യമേ വരില്ല. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യും എൻ്റെ അമ്മ. എൻ്റെ അമ്മ എത്ര ബുദ്ധിയുള്ളവളാ. താങ്ക് യു അമ്മ. ദേ വന്നല്ലോ ഇഡിയറ്റ്. കൊണ്ടുവാടി ഇവിടെ. രാജലക്ഷ്മി, ചോറൂണ് ഏത് അമ്പലത്തിൽ വെച്ച് നടത്തണം? ഗുരുവായൂര്, ആറ്റുകാൽ, ചോറ്റാനിക്കര? അത് ജയരാമനും രാമഭദ്രനും സാവിത്രിയും ജഗദീഷും ഒക്കെ ഉള്ളപ്പോ തീരുമാനിക്ക. ആദ്യം എന്ന് കൊടുക്കണോന്ന് തീരുമാനിക്ക. മോളെ, ആ കലണ്ടറോ പഞ്ചാംഗവും എടുത്തേ. അല്ല, ജോത്സരെ വിളിക്കണോ കൈമളേട്ട? വേണ്ടെന്നേ. ഒരു നല്ല ദിവസം നോക്കി നമ്മൾ കുടുംബാംഗങ്ങളെല്ലാം ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്തിയാൽ മതി. ആറ്റുകാൽ മതി. വരദായിനി അമ്മയുടെ തിരുമുമ്പിൽ വെച്ച് വൈകമോളുടെ ചോറൂണ്. താ. 24-ാം തീയതി നല്ല ദിവസമാണ്. അന്ന് നമുക്ക് കുഞ്ഞിന് ചോറ് കൊടുക്കാം. എന്താ? ആ അത് മതി. ആരെങ്കിലുമൊക്കെ ക്ഷണിക്കണോ ദേവമ്മേ? എന്തിന്? കുട്ടിയുടെ മാതാപിതാക്കൾ നീ മീനാക്ഷിയല്ലേ, പിന്നെ ഈ കുടുംബത്തിലുള്ളവരും. അപ്പോ നമ്മുടെ വീട്ടിലുള്ള എല്ലാരും വേണം. അത് മതി. അമ്മേ, ഞാനും ചേട്ടനും കൂടി വൈകിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോ രസീത് കുറിപ്പിച്ചോട്ടെ? പിന്നെന്താ, നമ്മള് തീരുമാനിച്ചതല്ലേ, അതുപോലെ അങ്ങ് നടക്കട്ടെ. ഇത് നടന്ന ഈ കുഞ്ഞിന്റെ കയ്യിൽ നിന്നുള്ള എന്റെ പിടി പോവും. അത് പാടില്ല. അത് തടയണം. വൈശാഖിനോട് പറഞ്ഞ് ഇത് മുടക്കണം.